ഹലോ അസ്സാം വലൈക്കും. മിന്നീസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു ടൂറിൻ്റെ വീഡിയോ ആയിട്ടോട്ടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറേ ആയി ആഗ്രഹിക്കുന്നു നമുക്കൊരു ട്രിപ്പ് പോകണമെന്ന്. അപ്പം ഇപ്പോൾ സമ്മർ വെക്കേഷനൊക്കെ ആണല്ലോ, അപ്പം കുട്ടിയൊക്കെ ഭയങ്കര ആഗ്രഹം, എല്ലാവരും പോകുന്നു നമുക്കും പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഊട്ടിയിലേക്കാണ് കേട്ടോ പോകുന്നത്. നമ്മളെ ഫാമിലി മൊത്തമുണ്ട്, എല്ലാവരും കൂടെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ യാത്രയിലാണ്. അങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ ടൂറ് പോകാൻ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ അല്ലേ. ഒരുപാട് കാലമായിട്ട് നമ്മളിങ്ങനെയൊക്കെ ഒന്ന് പോയിട്ട്. മിന്നൂസിലൊക്കെ രാവിലെ നേരത്തെ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ വിളിച്ചുണർത്തിയതിൻ്റെ ഒരു 5 മണിയല്ല കേട്ടോ, 4-4:30 ആകുമ്പോൾ വിളിച്ചുണർത്തിയതിൻ്റെ ഒരു ക്ഷീണമായിട്ട് അവർക്കൊക്കെ ഉറക്കത്തിൻ്റെ. അപ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നാടുകാണി ചുരം വഴിയാട്ടോ പോകുന്നത്. ഈ ചുരം കയറൽ തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് തണുപ്പൊക്കെ തുടങ്ങി കേട്ടോ. എന്താ വെച്ചാൽ നമ്മളെ നാട്ടിൽ ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടുള്ള സമയമാണല്ലോ. അപ്പോൾ നമ്മളിതാ ഇവിടെ എത്തിയപ്പം നമുക്ക് ദേശമൊക്കെ തണുപ്പൊക്കെ കിട്ടി തുടങ്ങി കേട്ടോ. അപ്പോൾ തന്നെ ഒരു ആശ്വാസമായി. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ ചായ കുടിക്കുന്നതിനിടെ കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അവർ നമ്മൾ ചായയിലേക്ക് നോക്കിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ ചായ കൂടി കഴിഞ്ഞ് പിന്നെ യാത്ര തുടങ്ങി കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്നൊരു 5:30 ആയപ്പോൾ കേട്ടോ ഇറങ്ങിയത്. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഇറങ്ങിയത്. കാരണം കുട്ടികളെ രാവിലത്തെ ഭക്ഷണമോ ചെറുതായിട്ട് ചായയും കൊടുത്തില്ലെങ്കിൽ പിന്നെ അവർക്കൊരു ക്ഷീണമാവുമല്ലോ. അപ്പോൾ അവരെ കുളിപ്പിച്ച് മാറ്റി കട്ടൻ ചായ കുടിപ്പിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് 5:30 ആയി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ. എന്ത് ഭംഗിയല്ലേ കാണാൻ ഈ പൈൻ മരങ്ങൾ. അപ്പം നമ്മളിവിടെ ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. എന്ത് രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ നമ്മളൊക്കെ ഇവിടെ ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവരും ഫാമിലി ആയിട്ട് ഫോട്ടോ എടുത്തു കേട്ടോ. എല്ലാ വണ്ടിക്കാരും ഇവിടെ നിർത്തുന്നുണ്ട് കേട്ടോ. ഇവിടെ അത്രയും ഭംഗിയാണ് കാണാൻ. അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാവരും നിർത്തിയിട്ടുണ്ട്, പോകുന്ന വണ്ടിക്കാരൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് യാത്ര തുടങ്ങി കേട്ടോ. ഇത് ഭംഗിയല്ലേ കാണാനായിട്ട്. പിന്നെ എത്ര ഭംഗിയുള്ള ഈ സ്ഥലം കണ്ടപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങി കേട്ടോ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഈ സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്ക് പറഞ്ഞറിയാൻ അറിയില്ല കേട്ടോ. നമ്മൾ ഇത്രയും നല്ല ഭംഗിയുള്ള സ്ഥലം കണ്ടപ്പോൾ നമ്മൾ അവിടെ വണ്ടി നിർത്തി. പിന്നെ അവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഒരു വാട്ടർഫാൾസിലേക്കാട്ടോ പോയത്. നമ്മൾ ഡ്രൈവർക്ക് അറിയാം കേട്ടോ ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഡ്രൈവറിനെ നമ്മളവിടെ ഇറക്കി. അപ്പോൾ നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ.
എന്താ പറയുക, പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ പറയില്ലേ, ആ ഒരു സ്ഥലം കേട്ടോ അതൊക്കെ. നല്ല ഭംഗിയുണ്ട് കാണാൻ, എന്ത് രസമാണ് നമ്മുടെ പ്രകൃതി കാണാൻ വേണ്ടിയിട്ട്. നമ്മളവിടെയൊക്കെ നടന്ന് ആസ്വദിച്ചു കേട്ടോ. ഇനി കുറച്ചങ്ങോട്ട് ഇറങ്ങി പോകണം കേട്ടോ. അപ്പോൾ അവിടെ വെള്ളമൊക്കെ കുറവാണ് കേട്ടോ. എന്താ ഈ ഒരു കാലാവസ്ഥ ആയതുകൊണ്ടായിരിക്കും അധികം കാണാനൊന്നുമില്ലായിരുന്നു കേട്ടോ അവിടെ. പിന്നെ കുറച്ച് നേരം നമ്മൾ അവിടെയൊക്കെ നിന്ന് അവിടെ നിന്നും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അതാ നമ്മൾ അവിടുന്ന് തിരിച്ചു പോവുകയാണ് കേട്ടോ. പിന്നെ എന്താ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ കേട്ടോ. ഇതാ ഇതുപോലെ ഒരു തണലുള്ള സ്ഥലം കണ്ടപ്പോൾ അവിടെ നിർത്തിയിട്ട് നമ്മളിതാ അവിടുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഭക്ഷണമൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്നത് കേട്ടോ വീട്ടിൽ നിന്ന്. രാവിലത്തേക്ക് ചായയും അതുപോലെ ഉച്ചയ്ക്കുള്ള ചോറൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. ഇതാ അവിടെ ഇരുന്ന് എല്ലാവരും കൂടെ നല്ല രസമായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഇതാ അവിടെ നമ്മൾ തിരിച്ചു പോവുകയാണ്. നമുക്ക് കിട്ടിയ ഡ്രൈവർ നല്ലൊരു ഡ്രൈവറായിരുന്നു കേട്ടോ. നമുക്ക് എന്താ പറയുക, എല്ലാം പറഞ്ഞു തരും. നമ്മളെ കൂട്ടത്തിൽ കൂടുന്നൊരു ഡ്രൈവർ തന്നെയായിരുന്നു കേട്ടോ നമ്മളെ കൂടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് ഒന്നിനൊരു ബുദ്ധിമുട്ട് വന്നില്ല കേട്ടോ. എന്നാൽ പോകുന്ന വഴിക്ക് നമ്മൾ കുതിരേനൊക്കെ കണ്ടു കേട്ടോ. ആനേനൊക്കെ കാണുന്നൊക്കെ നല്ല പൂതിണ്ടായിരുന്നു. പക്ഷെ ആനയൊന്നും എവിടെ ഞങ്ങൾ കണ്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത് പോയത് ടീ ഫാക്ടറിയിലേക്കാണ്. ഏതാ കുറേ ഇങ്ങനെ ലൈൻ നിൽക്കുന്നുണ്ടോ നമുക്ക് ചായ അവിടെ നിന്ന് കിട്ടണമെങ്കിൽ. നമ്മൾ വൈകുന്നേരം കേട്ടോ അവിടെ എത്തി. അതുകൊണ്ട് തന്നെ അവിടെ ചായപ്പൊടി ഉണ്ടാക്കുന്ന ആ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മെഷീൻസൊക്കെ ഇവിടെ കാണുന്നുള്ളവ ഉണ്ടാക്കുന്നതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അവരൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതവിടെ കുറേ നേരം നമ്മളിങ്ങനെ ലൈനിൽ നിന്ന് നമുക്ക് അവിടെ നിന്ന് ചായ കിട്ടി കേട്ടോ. നല്ല അടിപൊളി ചായയായിരുന്നു. ചായക്ക് നമ്മൾ ക്യാഷൊന്നും കൊടുക്കണ്ട കേട്ടോ. പക്ഷെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിലൊരു എൻട്രി ഒരു 20 രൂപ കൊടുക്കണം കേട്ടോ. ചായക്ക് പ്രത്യേകിച്ച് പൈസയൊന്നും വേണ്ട. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിലൊരു 20 രൂപേൻ്റെ ടിക്കറ്റ് എടുക്കണം. ഇതൊക്കെ ചായപ്പൊടിയാണ് കേട്ടോ. അവിടെ തന്നെ ഉണ്ടാക്കുകയാണ് ചായപ്പൊടി. പിന്നെ ആദ്യമായിട്ടാണ് ചായപ്പൊടി ഉണ്ടാക്കുന്നത് കാണുന്നത്. പിന്നെ അതാ കണ്ടിലൊക്കെ പാക്കറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അതൊന്നും നമുക്ക് പാക്കറ്റാക്കുന്നതൊന്നും കാണാൻ കഴിഞ്ഞില്ല. വൈകുന്നേരം ആയതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഇവരുള്ളതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ അവിടെ.
അതൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. അതെല്ലാവരും ചായ കുടിക്കാൻ കേട്ടോ. പിന്നെ ഇതാ അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ് കേട്ടോ. ഇതാ അതൊക്കെ നമ്മുടെ ചോക്ലേറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അവിടെ. പിന്നെ ആ സെയിൽസിന് വേണ്ടി ഇതാ ഇപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് എല്ലാവരും വാങ്ങുന്നുണ്ട് കേട്ടോ. നമ്മളവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് സാമ്പിൾ അവർ തരുന്നുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ടേസ്റ്റൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവിടെ വരുന്ന എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഇത് ആ ഫാക്ടറീൻ്റെ താഴെ തന്നെ ഉള്ളതാണ് കേട്ടോ. അതൊക്കെ ഈ ബാഗ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ബാഗിനൊക്കെ റേറ്റ് അത്യാവശ്യം നല്ല വിലയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒന്നും അവിടെ നിന്ന് വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഇതാ പുറത്ത് പോയപ്പോൾ ഇതുപോലെ ടോയ്സ്, വള, മാല അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളവിടുന്ന് വളയൊക്കെ വാങ്ങിച്ചു കേട്ടോ. ഇതാ അവിടെ നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. ഇതാ അടുത്ത് നമ്മൾ പോകുന്നത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് കേട്ടോ. അപ്പോൾ അതാ അവിടുത്തെ തെരുവിൽ കണ്ടതാട്ടോ ഇതൊക്കെ. പിന്നെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറി കേട്ടോ. നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും ശേഷം നല്ല വൈകുന്നേരം 5:30 ആ ടൈമായി. 5:30 6 മണി ആവാനായിട്ടുണ്ട് അവിടെ എത്തുമ്പോൾ കേട്ടോ. പിന്നെ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിൻ്റെ ഉള്ളിൽ കുറേ ടൈം നിന്നു കേട്ടോ. രാത്രിയായിട്ട് അവിടെ തിരിച്ചു പോകുന്നത്. നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ആദ്യം റൂമൊന്നും വിളിച്ച് ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് അവിടെ റൂം കിട്ടാൻ ഭയങ്കര പ്രയാസമായിപ്പോയി. നമ്മൾ ഒരുപാട് ട്രൈ ചെയ്തു, പക്ഷേ റൂം കിട്ടാനുമില്ല. പക്ഷേ ഉള്ള റൂമിന് നല്ല റേറ്റാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ സ്റ്റേ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പോയിരുന്നത്. പക്ഷേ നമുക്കവിടെ സ്റ്റേ ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ രാത്രി തന്നെ തിരിച്ച് പോരേണ്ടി വന്നു അവിടുന്ന്. ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് റൂമിനൊക്കെ നല്ല റേറ്റാണ്. പിന്നെ ആണെങ്കിൽ റൂം അങ്ങനെ കിട്ടാനും ഇല്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ വിളിച്ച് ഒരു 10 ദിവസം മുമ്പൊക്കെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടാലൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷെ നമ്മളൊന്ന് പെട്ടെന്നുള്ള തീരുമാനമായതുകൊണ്ട് നമുക്കതൊന്നും കഴിഞ്ഞില്ല കേട്ടോ. നല്ല തണുപ്പായതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിൽക്കാൻ നല്ല ആഗ്രഹമുണ്ട്. നമ്മൾ അവിടുത്തെ ചൂട് ആലോചിക്കുമ്പോൾ നമുക്ക് ഒരു ദിവസമെങ്കിലും അവിടെ നിൽക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കഴിഞ്ഞില്ല.
നമ്മൾ ഊട്ടിയിൽ ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയിട്ടോ, ഇനിയും പോകാനൊക്കെ ഉണ്ട്, പക്ഷെ അതിനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ ടൈം നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ തന്നെ നിന്നു കേട്ടോ. രാത്രിയൊക്കെ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു നിൽക്കാൻ, നല്ല തണുപ്പായതുകൊണ്ട് നല്ലൊരു സുഖമായിരുന്നു നിൽക്കാൻ. കുറേ നേരം നമ്മളവിടെ നിന്നു. നമ്മളവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു, ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഇതാ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ കുറച്ച് തെരുവ് കൂടെ ഒക്കെ ഇങ്ങനെ നടന്നോട്ടെ, എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട്. നമ്മളൊരു പെട്ടി പിന്നെ ചോക്ലേറ്റ് വാങ്ങിച്ചിട്ട് ഇവിടുന്ന്. പിന്നെ മിന്നൂസിനും ആദ്യം ഓരോ ജാക്കറ്റ് വാങ്ങി. അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്ന് തിരിച്ച് പോരുകയാണ് കേട്ടോ. തിരിച്ച് ഒരു നല്ല സങ്കടം ഉണ്ടായിരുന്നു, കാരണം നമ്മളൊരു ദിവസമെങ്കിലും അവിടെ സ്റ്റേ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പോയതാണല്ലോ. അപ്പോൾ തിരിച്ച് വരേണ്ടി വന്നില്ല, എല്ലാവർക്കും നല്ല സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ തിരിച്ച് വരുന്ന സമയത്ത് മക്കളൊക്കെ നന്നായി ഡാൻസൊക്കെ കളിച്ച് അടിച്ച് പൊളിച്ചു കേട്ടോ. മിന്നൂസിനൊക്കെ നല്ല സന്തോഷമായിരുന്നു കേട്ടോ, കാരണം ഒരുപാട് കാലം ഇങ്ങനെയൊക്കെ ടൂറൊക്കെ പോയിട്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ മക്കൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ ഉണ്ട് നമ്മുടെ ഊട്ടിയിലെ വിശേഷങ്ങൾ, ഊട്ടി ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ കുറച്ച് ക്യാരറ്റൊക്കെ കച്ചവടമാക്കിയിട്ടായിരുന്നു. രാത്രി ആയതുകൊണ്ട് നമ്മൾ കുറച്ച് വില കുറച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ കുറച്ച് ക്യാരറ്റ് വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.